മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ അനീഷും അനുമോളുടെയും തമ്മിലുള്ള ആ ഒരു പ്രണയബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട് അത് ശരിക്കും പ്രാങ്ക് ആയിരുന്നു എന്ന്. അപ്പോൾ ലാലേട്ടനോട് അനീഷേട്ടൻ പറയുന്നുണ്ട്, അല്ല ലാലേട്ട, ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നി, അതുകൊണ്ട് ഞാനത് തുറന്നു പറഞ്ഞു. അതിനൊരു പ്രശ്നവും ഇല്ല എന്ന് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്. പ്രണയമല്ലേ, അത് നിഷേധിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. പ്രണയം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് തിരിച്ചു തോന്നുകയോ തോന്നാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അനുമോളോട് ശരിക്കും എന്താണ് തോന്നിയത്? പ്രേമമാണോ, സ്നേഹമാണോ, അനുകമ്പയാണോ തോന്നിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് തോന്നിയതെന്ന് പറയുന്നുണ്ട്. വികാരം ഒരാളോട് തോന്നുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ ഞാൻ വരേണ്ടി വരുമോയെന്ന് അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അനുമോൾ ഉറപ്പായും വരണം, അത് 2 വർഷം കഴിഞ്ഞിട്ടേ ഉണ്ടാകുള്ളൂ ലാലേട്ട എന്നാണ് അനുമോൾ പറഞ്ഞത്. അല്ല അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോൾ നമുക്ക് അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനുമോൾക്ക് എന്താണ് തോന്നിയത് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നി. ആദ്യം എനിക്ക് തോന്നി അത് പ്രാങ്ക് ആയിരിക്കുന്നു, പിന്നെ എനിക്ക് തോന്നി അത് വെറുതെ പറയുന്നതല്ല എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. എന്നോട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ വന്ന് പറയുന്നത്. ഇപ്പം അനീഷേട്ടന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോളാണെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാനല്ലാന്ന്. അപ്പോൾ ലാലേട്ടനും പറയുന്നുണ്ട് അനുമോൾ തന്നെ ആയിരിക്കാമെന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഈ ഒരു പ്രണയം തോന്നിയതെന്ന് ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ ഞങ്ങൾ രണ്ടുപേരും ഒരു ബെഡിലാണ് കിടക്കുന്നതെന്ന് ആദ്യം പറയുന്നുണ്ട്. ബെഡിലോ അല്ല, ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്താണ് കിടക്കുന്നത്, ആ സമയത്ത് തോന്നിയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അനീഷേട്ടനോട് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അനീഷ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയോട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്താണ് ആ കുട്ടിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. അങ്ങനെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകാൻ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അവർക്കും എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ തയ്യാറാകണം. അവർക്ക് ചിലപ്പോൾ എസ് എന്നായിരിക്കും അല്ലെങ്കിൽ നോ എന്നായിരിക്കും പറയുന്നത്. അതെന്താണെങ്കിലും അത് നമ്മൾ കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കണം.